ഹായ്. അപ്പം ഞമ്മക്കിന്നൊരു പൊരേക്കൂടലുണ്ട് ട്ടോ. അതിനാണിപ്പോൾ മാറ്റി ഒരുങ്ങി വാതിലൊക്കെ പൂട്ടി അങ്ങനെ ഇറങ്ങണത്. മാനന്തവാടിയാണ്. നമ്മളെ കുടുംബത്തിൽ തന്നെയാണ് ട്ടോ പൊരേക്കൂടൽ. ഏട്ടൻ്റെ താത്താൻ്റെ അനിയത്തീൻ്റെ പൊരേക്കൂടലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ട്ടോ. നമ്മളെല്ലാവരും ഉണ്ട്. പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ അതിന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദാ അവിടെ എത്തിക്കണ്. വണ്ടി നിർത്തി പിന്നെ കുറച്ചാളെ കാത്തുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരെ പൊരേക്കൂടലുള്ള പൊരയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പോയ വാടനെ ഇതാ കലക്കിയ വെള്ളം ഉണ്ടായി. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ വീട് കാണുക എന്നുള്ളതാണല്ലോ വീട്ടുകൂടലിന് പോയാലുള്ളൊരിത്. കണ്ണാടി കണ്ടപ്പോൾ വെറുതെ അതിൻ്റെ മുന്നിലൊന്ന് ഷോ കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടെ ഇപ്പം മാനന്തവാടിയാണ് നമ്മളെ ബാക്കി കുടുംബക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ ഓരെല്ലാവരെയും അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് നിന്നു. മിന്നൂസ് ഇതാട്ടോ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ട് നല്ല വീഡിയോ എടുക്കണ കണ്ടപ്പോൾ നല്ല കറങ്ങി കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഒരു റൂമിൽ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരക്കൊഴിഞ്ഞ ആ ഒരു സമയം നോക്കിയിട്ട് ഇതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ടുണ്ട്. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നാസിമോനും നിച്ചുമോളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഏട്ടൻ്റെ മോനാണ് ഇന്നെ ട്രോളിങ് കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞതാ ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അധിക സമയം അവിടെ നിന്നിട്ടില്ലായിരുന്നു. പെണ്ണിറങ്ങാനും പെണ്ണ് പോവാനും ചെക്കൻ വരാനും ഒന്നും ഇല്ലല്ലോ. കല്യാണം ആണെങ്കിലല്ലേ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. പെങ്ങളെ കുട്ടിയാണ് കേട്ടോ ഞങ്ങളിവിടെ ബാവലിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയണത്. അത് കഴിഞ്ഞതാ കാട്ടിക്കുളം വന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ പുരയിലേക്ക് പോന്നിട്ടുണ്ടായിനി കേട്ടോ.